നമസ്കാരം. കേരളം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് മുന്നോടിയായി CPM ജില്ലാ സെക്രട്ടേറിയറ്റുകൾ പുറത്തുവിടുന്ന ബൂത്ത് തല അവലോകന റിപ്പോർട്ടുകൾ ചർച്ചയാകുന്നു. പത്തനംതിട്ടയിലും എറണാകുളത്തും മികച്ച നേട്ടം പ്രതീക്ഷിക്കുമ്പോഴും CPMന്റെ ഉറച്ച കോട്ടയായ ആലപ്പുഴ ജില്ലയിൽ തിരിച്ചടികൾ ഉണ്ടായേക്കാമെന്ന നിഗമനത്തിലാണ് പാർട്ടി നേതൃത്വം. അമ്പലപ്പുഴയും കുട്ടനാടും അടക്കമുള്ള മണ്ഡലങ്ങളിൽ മത്സരം പ്രവചനാതീതമാണെന്നാണ് ജില്ലാ കമ്മിറ്റികളുടെ പ്രാഥമിക വിലയിരുത്തൽ. CPMന്റെ അഭിമാന പോരാട്ടം നടന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ പാർട്ടിയെ ആശങ്കയിലാക്കുന്നത് G. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവും അതുണ്ടാക്കിയ പ്രതികൂല തരംഗങ്ങളുമാണ്. സാധാരണഗതിയിൽ LDFന് ലഭിക്കാറുള്ള നിഷ്പക്ഷ വോട്ടുകളിലും പാർട്ടി അനുഭാവികളുടെ വോട്ടുകളിലും വലിയ ചോർച്ചയുണ്ടായതായി ബൂത്ത് തല കണക്കുകൾ വ്യക്തമാക്കുന്നു. G. സുധാകരൻ എതിർ സ്ഥാനാർത്ഥിയായതോടെ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. BJP വോട്ടുകൾ സുധാകരൻ അനുകൂലമായി പോയത് LDF വോട്ടുകളുടെ എണ്ണം കുറയാൻ കാരണമായി. കളറുകോട്, കൈതവന, പഴവീട് തുടങ്ങിയ നിർണായക മേഖലകളിൽ നിഷ്പക്ഷമതികളുടെ വോട്ടുകൾ പൂർണ്ണമായി സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. എങ്കിലും അനുകൂല ഘടകങ്ങൾ തുണച്ചാൽ 5000-ഓളം വോട്ടുകൾക്ക് ജയിച്ചേക്കാമെന്ന പ്രതീക്ഷയും ഒരു വിഭാഗത്തിനുണ്ട്. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്, ഹരിപ്പാട് സീറ്റുകൾ LDFന് നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിമാരുടെ യോഗം വിലയിരുത്തിയത്. കുട്ടനാട്ടിൽ 7600 വോട്ടുകൾക്ക് പിന്നിലാണെന്നാണ് ബൂത്ത് തല കണക്ക്. അതേസമയം അരൂരിൽ 600-ഓളം വോട്ടുകൾക്ക് മുന്നിലോ പിന്നിലോ എന്ന നിലയിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. കായംകുളം, ആലപ്പുഴ മണ്ഡലങ്ങളിലും പോരാട്ടം കടുത്തതാണ്. എന്നാൽ ചെങ്ങന്നൂർ, മാവേലിക്കര, ചേർത്തല മണ്ഡലങ്ങളിൽ വിജയം സുരക്ഷിതമാണെന്നും പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നു. ഹരിപ്പാട് ഇത്തവണയും UDFന്റെ കരുത്ത് തുടരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഇത്തവണ വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ അവലോകനം. നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം UDFന്റെ കയ്യിലിരുന്ന തൃപ്പൂണിത്തറ തിരിച്ചുപിടിക്കുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു. 6 സീറ്റുകൾ വരെ ജില്ലയിൽ LDF പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കുന്നത്തുനാട്ടിൽ 2020യും UDFും തമ്മിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടന്നതായി LDF സ്ഥാനാർത്ഥി PV ശ്രീനിജൻ ആരോപിച്ചു. ഉത്തരേന്ത്യൻ മാതൃകയിലുള്ള നീക്കങ്ങൾ കുന്നത്തുനാട്ടിൽ നടന്നുവെങ്കിലും മെയ് 4-ന് ശേഷം താൻ തന്നെ MLA ആയി തുടരുമെന്ന് ശ്രീനിജൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും വിജയം ഉറപ്പാണെന്ന് ബൂത്ത് തല കണക്കുകൾ നിരത്തി CPM അവകാശപ്പെടുന്നു. ആറന്മുളയിൽ വീണ ജോർജ് 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം ആവർത്തിക്കുമെന്നാണ് നിഗമനം. ത്രികോണ മത്സരത്തിൽ BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ UDFന്റെ വോട്ടുകൾ വലിയ തോതിൽ പിടിക്കുമെന്നും ഇത് വീണയുടെ വിജയം എളുപ്പമാക്കുമെന്നും പാർട്ടി കരുതുന്നു. കോന്നിയിൽ PU ജനീഷ് കുമാർ 8000 വോട്ടിനും അടൂരിൽ പ്രിജി കണ്ണൻ 4000 വോട്ടിനും വിജയിക്കും. റാന്നിയിൽ പ്രമോദ് നാരായണനും തിരുവല്ലയിൽ മാത്യു ടി തോമസും വിജയപ്രതീക്ഷയിൽ മുന്നിലാണ്. പാലക്കാട് ജില്ലയിലെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുമെന്നും 10 മണ്ഡലങ്ങളിൽ ജയം ഉറപ്പാണെന്നും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു. മന്ത്രി MB രാജേഷും മുൻ MLA VT ബലറാമും തമ്മിൽ ശക്തമായ പോരാട്ടം നടന്ന തൃത്താലയിൽ വിജയം ഉറപ്പാണെന്നും പാർട്ടി കണക്കൂട്ടുന്നു. എന്നാൽ പാലക്കാട്, മണ്ണാർക്കാട് മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ പാർട്ടിക്ക് സംശയവുമുണ്ട്. പാലക്കാട് സീറ്റ് പിടിച്ചെടുക്കണമെങ്കിൽ 15000 വോട്ടുകൾ അധികമായി നേടേണ്ടി വരുമെന്നും NMR റസാഖ് ഇവിടെ രണ്ടാമതെത്തുമെന്നുമാണ് CPM വിലയിരുത്തൽ. അതേസമയം പാലക്കാട് ജില്ലയിൽ ഇത്തവണ വമ്പൻ രാഷ്ട്രീയ അട്ടിമറി നടക്കുമെന്ന് UDF കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. ജില്ലയിൽ നിലവിലുള്ള 2 സീറ്റുകൾ 7 സീറ്റുകൾ വരെയായി ഉയരാമെന്നാണ് UDFന്റെ പ്രതീക്ഷ. ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ വലിയ ആധിപത്യമുണ്ടെന്നും വിജയം ഉറപ്പാണെന്നും UDF പ്രാഥമികമായി വിലയിരുത്തുന്നു. ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസത്തിലും അതേസമയം ചില മണ്ഡലങ്ങളിലെ അപ്രതീക്ഷിത തിരിച്ചടികളുടെ ആശങ്കയിലുമാണ് CPM വോട്ടെണ്ണൽ ദിനത്തിലേക്ക് കാത്തിരിക്കുന്നത്.